ഹരനും വിരിഞ്ചനും ഇതമരാധിനായകനും അറിയുന്നതില്ല തവ മറിമായ തന്മഹിമ. അറിവായി മുതൽ കരളിലൊരുപോലെ നിന്നരുളും പരജീവനിൽ തെളിക നാരായണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഭിനന്ദനം. എല്ലാവരെയും അഭിനന്ദിക്കുക, സ്വയം അഭിനന്ദിക്കുക എന്നുള്ള ഒരു കർമ്മം, അതൊരു നിരന്തരമായി നമ്മൾ യാന്ത്രികമായി ആദ്യം ചെയ്തു തുടങ്ങുകയും പിന്നീട് അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ ചെറിയൊരു പ്രവൃത്തിയാണെങ്കിൽ കൂടിയും അത് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന, പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അഭിനന്ദിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും എന്ത് ചെയ്താലും ഒരാൾ നിരന്തരമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ അയാളോട് ഓടിച്ചെന്ന് കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട് എന്ന് പറയാൻ എടുക്കുന്ന എഫേർട്ടിനേക്കാളും നമ്മൾ കൂടുതലും എടുക്കാറ് ഇത് ശരിയായില്ല എന്ന് പറയാനായിരിക്കും. മിക്കവാറും പേര് പെട്ടെന്ന് കാണുന്ന, എത്ര നിരന്തരമായി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ചെറിയൊരു കുഴപ്പം കാണുമ്പോഴത്തേക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ നല്ല അർത്ഥത്തിലും ആയിരിക്കാം ചെന്ന് പറയുന്നത്, ഈ ചെയ്തത് ശരിയായില്ല, അതൊന്ന് ശരിയാക്കാനുണ്ട് എന്ന് നമ്മൾ അവരോട് പറയുന്നത് ചിലപ്പോൾ നല്ല അർത്ഥത്തിലും ആയിരിക്കാം. എന്നാൽ കൂടിയും മറ്റത് പറയാൻ എന്തോ ഒരു മടി നമ്മുടെയൊക്കെ ഉള്ളിൽ ഉള്ളത് പോലെ. നമ്മളോട് പറയാറുണ്ടോ എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നീട് നമ്മളത് നമ്മളോട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവരോട് പറയാന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും നമുക്കൊരു ശീലമാകണം. ഒരു ചെറിയ അനുഭവം പറയട്ടെ. ഇപ്പോഴത്തെ ഈ കാണുന്ന ആര്യകൃഷ്ണനല്ല കേട്ടോ, 7 വയസ്സുള്ള ശങ്കരിയുടെ പ്രായമുള്ള ഒരു കൊച്ചു ആര്യകൃഷ്ണന്റെ കഥയായി പറയുന്നത്. എന്റെ സ്വന്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു അനുഭവം. 7 വയസ്സുള്ള സമയത്ത്, അത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് LP വിഭാഗത്തിന്റെ പദ്യപാരായണ മത്സരത്തിന് അച്ഛൻ കൊണ്ടുപോയി ചേർത്തു. അപ്പൊ എന്റെ സ്കൂളിലാണ് ആദ്യം പാടുന്നത്. കൂടെ ഉള്ള കുട്ടികളെല്ലാം സ്ക്രീനിങ്ങിന് പാടിയ പാട്ടുകളൊക്കെ കേട്ടു. പദ്യപാരായണത്തിന് കടിച്ചാ പൊട്ടാത്ത മലയാളം വാക്കുകളും ഈ കൊച്ചു പ്രായത്തിലും വളരെ എഫേർട്ട് എടുത്ത് നന്ന ഭംഗിയായിട്ട് നല്ല രസമായിട്ട് പദ്യം ഇങ്ങനെ പാരായണം ചെയ്യാനുള്ള പ്രാക്ടീസുകളൊക്കെ കേട്ടു. ആ ലെവലൊന്നും പിടിക്കാൻ വയ്യാത്ത ഈ കുട്ടി ആര്യകൃഷ്ണൻ ഒരു ചെറിയ പാട്ടച്ഛൻ ഒരു ചെറിയ കവിത പഠിപ്പിച്ചിട്ട് വിട്ടു. കവിതയുടെ പേര് തന്നെ കുതിരയും കഴുതയും എന്നാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു കവിത. ഇത്രയും കടുകട്ടിയുള്ള കവിതകൾക്കിടയിൽ ലളിതമായിട്ടുള്ള ഒരു കവിത പാടാൻ തയ്യാറായിട്ട് പേടിച്ച് സ്റ്റേജിൽ കയറി. എന്നിട്ട് കവിത ഇങ്ങനെ പാടി: കുതിരയും കഴുതയും പണ്ടു പണ്ടേ. എനിക്ക് വരിയെല്ലാം ഓർമ്മയില്ല, ഓർമ്മയുള്ള വരികൾ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കണേ. കുതിരയും കഴുതയും പണ്ടു പണ്ടേ, ഒരു തറവാട്ടുകാരെങ്കിലെന്തേ, ഒരു പരിഹാസമീ ചാർച്ച പാർത്താൽ ഇരുവരും അന്യോന്യമത്ര ഭിന്നം. കഴുതയ്ക്കു സർവദാ ശങ്ക ആരും പഴിചൊൽകയല്ലയോ താനൊരാളെ. ഒരു കാക്കയൊന്നു കരഞ്ഞുവെന്നാൽ, ഒരു കാറ്റിലിലയൊന്നു പിറുപിറുത്താൽ, വഴിപോക്കരെങ്ങാൻ ചിരിച്ചു പോയാൽ കളിയാക്കലാണെന്നവന്റെ ഭാവം. കൊടിവച്ചു കേറിയ ദിക്കിലെല്ലാം കുതിര വെന്നിക്കൊടി നാട്ടി നിന്നു. കഴുതയോ ദുഃഖവിമുഖമാകും കവിതയോലുന്ന മിഴികൾ താഴ്ത്തി. പുതുപൊൽക്കിനാവിന്റെ കൂടിനുള്ളിൽ മുകളിലാരാന്റെ ചുമടുമേന്തി. ഒരു ദിനമുണ്ണിയാം യേശുവേയും കരുണ തൻ ദേവിയാം മേരിയെയും ചുമലിലെടുത്തവൻ എത്തിപ്പോലും ബത്ലേമിൽ നിന്നു ജെറൂസലത്തിൽ. മഠയനെന്നാരുമറിഞ്ഞു പാവം മഹിതമാം തങ്ങളെ പുണ്യഭാരം. അഭിമാന വായ്പിനാൽ വീർത്തു നെഞ്ചം അഭിജാതനായി താൻ അർഹ്യനായി. തളിരിളം കയ്യിലാലുണ്ണീശു മഹിതമാം തന്മൈ തലോടിയപ്പോൾ. തളിരിളം കയ്യിനാലുണ്ണീശു മഹിതമാം തന്മൈ തലോടിയപ്പോൾ. അവനിലുയർന്നതാം രോമഹർഷം അവസിതമായതിൽ ഇത്ര നാളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയാട്ടോ ഈ ലാസ്റ്റ് പാടിയത്. ഈ കഴുതയുടെ പുറത്തുള്ള
ഇങ്ങനെ രോമം ഇങ്ങനെ പൊങ്ങി 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 നിൽക്കുന്നതിന് കാരണം അന്ന് കുഞ്ഞ് യേശുദേവനെ കൊണ്ടുപോയപ്പോ ആ കുട്ടി കൈകൾ ഇങ്ങനെ തലോടിയ സമയത്ത് ഇങ്ങനെ ആത്മഹർഷം കാരണം ദേഹത്ത് രോമഹർഷം ഉണ്ടായി എന്നാണ്. ഈ പാട്ടൊക്കെ പാടിയപ്പോഴേ എനിക്ക് മനസ്സിലായി കൂടെയുള്ള കുട്ടികളുടെ അത്രയും ഒരു ഗാംഭീര്യം ഈ കവിതയ്ക്കില്ല, ഈ പദ്യപാരായണത്തിനില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു പാട്ടായിപ്പോയി. അത് കഴിഞ്ഞ് ഈ കുട്ടി ആര്യകൃഷ്ണൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പതുക്കെ എന്താണ് വിമുഖമായ മുഖവുമായിട്ട് ഇങ്ങനെ പതിയെ താഴോട്ടൊക്കെ നോക്കി, വലിയ കയ്യടിയൊന്നും ഇല്ല പദ്യപാരായണം കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞ് താഴെ ഇങ്ങനെ ഇറങ്ങി നടന്നു വന്നപ്പോ ഈ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു മലയാളം അധ്യാപിക, എന്റെ ഒരു ടീച്ചർ, പുള്ളിക്കാരി ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് രസമുണ്ടായിരുന്നു ഈ കവിത പാടിയത്, എന്ത് ഭംഗിയായിട്ട് അത് ആലപിച്ചു, ടീച്ചറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മോള് പാടിയത് എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ നെറുകിൽ എനിക്കൊരു ഉമ്മ തന്നു. ഈ അഭിനന്ദന പ്രവാഹം നടത്തിയപ്പോ കഴുതയുടെ പുറത്ത് ഈ രോമഹർഷം ഉണ്ടായതുപോലെ ആ കുട്ടിയുടെ പുറത്തും നല്ല രോമഹർഷം ഉണ്ടായി. ഇത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 28 വർഷം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇവിടെ നിന്ന് ഇത് പറയുമ്പോൾ അതേ രോമഹർഷം, അതേ ഫീല്, അതേ പോസിറ്റീവ് എനർജി എനിക്ക് ഈ നിമിഷവും തോന്നുന്നു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു സത്യാവസ്ഥ. ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ രോമഹർഷം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ അധ്യാപിക എന്നിലേക്ക് ചൊരിഞ്ഞ ആ അഭിനന്ദന വർഷം അത് എത്രമാത്രം എന്നിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾ കഴിയുമ്പോഴും അതിന്റെ ആ ഒരു തുടിപ്പ്, അതിന്റെ ഒരു ഊഷ്മളത നിലനിർത്തുന്നു എങ്കിൽ അത് എത്രത്തോളം മനസ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിൽ ടച്ച് ചെയ്യാൻ വിധം അഭിനന്ദനം കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളത് ആദ്യം നമുക്ക് ആ ശീലം ഇല്ലായിരിക്കാം, നമ്മളത് വെറുതെ ആയിരിക്കാം ചിലപ്പോൾ ചിലരോട് പറഞ്ഞാൽ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത്. പക്ഷെ ഈ നന്നായിട്ടുണ്ട്, നന്നായിരിക്കുന്നു, എന്ത് രസമുണ്ട്, നിങ്ങൾക്കത് സാധിച്ചല്ലോ, വളരെ നന്നായിരിക്കുന്നു എന്നൊക്കെ ഒരു വാക്ക് ഇങ്ങനെ പറയാൻ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് അയാളിൽ കൊടുക്കുമ്പോൾ, അയാൾക്കത് കിട്ടുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയെ അതൊരു പ്രതിഫലനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള. ഈ പ്രതിഫലനം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് വല്ലാത്തൊരു എനർജിയാണ്. അത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നിറയും. ചിലർക്ക് നമ്മളെ കാണുമ്പോ തന്നെ ഓടി വന്ന് നമ്മളോടൊന്ന് സംസാരിക്കാൻ തോന്നും. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ ഉള്ളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വല്ലാത്ത പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ എന്തുകൊണ്ടും ഏത് ദൂരെയും ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഇങ്ങനെ അഭിനന്ദിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും. ഉള്ള കാര്യത്തിന് പറഞ്ഞാൽ മതി, പക്ഷെ അതൊരു ചെറിയ കാര്യമായിരിക്കാം, വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഉള്ള കാര്യത്തിന് പറഞ്ഞാൽ മതി. അഭിനന്ദിക്കാൻ ഒരു മടിയും ഇല്ലാതെ അഭിനന്ദിച്ചാൽ മതി. അവരേത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലും നമ്മുടെ മുഖം തേടും, നമ്മുടെ മുഖം കാണാൻ ഒന്ന് ആഗ്രഹിക്കും, ഓടി വരും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പല യാത്രകൾ പോകുമ്പോൾ പല സ്ഥലത്തും ഹോട്ടലിൽ നിന്നൊക്കെ കയറി ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിപ്പില് വണ്ടിയിൽ തിരിച്ചു കയറി കഴിയുമ്പോഴത്തേക്കും നല്ല ഫുഡായിരുന്നു, അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. നമ്മൾ 4 പേര് അല്ലെങ്കിൽ നമ്മൾ 5 പേര് അതിനകത്തിരുന്ന് പറയും. ഉണ്ടാക്കിയവരോടോ അത് വിളമ്പിയവരോടോ അവിടെ ഓണറായിട്ടിരിക്കുന്ന വ്യക്തിയോടോ ചിലപ്പോൾ നമ്മൾ പറയാറില്ല. അതേസമയം കുഴപ്പമുണ്ടെങ്കിലോ നമ്മൾ വണ്ടി കയറിയാൽ മാത്രമല്ല, പറ്റുമെങ്കിൽ അവരോടും കൂടെ പറഞ്ഞിട്ട് വരും, എന്ത് ഫുഡാണിത്, എന്താണ് ഇങ്ങനെ വിളമ്പിയെന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. എന്നാ തിരിച്ച് നമ്മൾ കഴിച്ച ഫുഡിൽ അതൊരു ചായ കുടിച്ചതായിക്കോട്ടെ, നമ്മൾ ആ കുടിച്ച ചായയിൽ കൊള്ളാം, അത് നന്നായിരിക്കുന്നു എന്ന് തോന്നിയാൽ പൈസ കൊടുക്കുന്ന സമയത്ത് അവരോട് ചെന്ന് പറയണം, നന്നായിരുന്നു കേട്ടോ, നല്ല ചായയായിരുന്നു, ഞാൻ ക്ഷീണിച്ചാ വന്നത്, എനിക്ക് നല്ല ആശ്വാസം തോന്നി, നല്ല കൈപുണ്യമാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടിറങ്ങുമ്പം എന്നും ഒരേ നിരന്തരമായ ക്രയവിക്രയങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യനൊരു നല്ല വാക്ക് അതിന്റെ കൂടെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അതുണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ മറ്റുള്ളവരോട് പറയുന്നത് പോലെ വേറെ ആരുടെ അഭിനന്ദനത്തിന് കാത്തു നിൽക്കാതെ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഒരു ചെറിയ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റിയാലും വെൽ ഡൺ, എനിക്കത് പറ്റിയല്ലോ എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഒന്നും അല്ല, എന്ത് ചെയ്താലും പറയും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു രീതി മാറ്റിയിട്ട് എന്ത് ചെയ്താലും, ഞാൻ ഒരു ചെറിയ ടിപ്പ് പറയട്ടെ, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയാണ്. നമുക്കിപ്പോ വീട്ടില് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ, ചിലപ്പോ ഭയങ്കര വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്ന, എല്ലാം അലങ്കോലമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ എന്റെ ഫോൺ എടുത്തിട്ട് ആ ഭാഗത്തിന്റെ ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്ന അത്രയും ഭാഗവും ഞാനങ്ങ് ഫോട്ടോ എടുത്തു വെക്കും. ഫോട്ടോ എടുത്തിട്ട് അവിടെ മാറ്റി വെക്കും. ഒരെണ്ണം പോലും മാറ്റാതെ ഫോട്ടോ എടുത്തിട്ട് മാറ്റി വെക്കും. അതിനുശേഷം മേനക്കെട്ട് നിന്ന് ഫുൾ അങ്ങ് വൃത്തിയാക്കും.
വൃത്തിയായി കഴിഞ്ഞ ഒരു ചായയും ഇട്ട്, നമ്മളെ ദേഹമൊക്കെ കഴുകി നീറ്റായി ഒരു ചായ ഇട്ട് വന്നിട്ട് ഈ വൃത്തിയാക്കിയതിന്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്തു വെക്കും. എന്നിട്ട് ആദ്യം കണ്ട വൃത്തികേടായിട്ടിരിക്കുന്ന ആ സ്ഥലത്തിനെയും രണ്ടാമത് കാണുന്ന ആ വൃത്തിയായിരിക്കുന്ന സ്ഥലത്തിനെയും മാറി മാറി ഒന്ന് നോക്കും. എന്നിട്ട് ഞാൻ സ്വയം പറയും, വെൽ ഡൺ ആര്യകൃഷ്ണ, നന്നായിട്ട് ചെയ്തല്ലോ, അത് നല്ല ഭംഗിയായല്ലോ. ആരും വന്നത് നോക്കിയിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, എന്റെ കൈക്ക് തന്നെ ഞാനൊരു ഉമ്മ കൊടുക്കാം, നന്നായിരിക്കുന്നു എന്ന് പറയാ. നമ്മളെ തന്നെ ഈ പറഞ്ഞ പോലെ അഭിനന്ദനം നിരന്തരമായിട്ട് നമുക്ക് കൊടുത്തോണ്ടിരുന്നാൽ ഉറപ്പായിട്ട് നമുക്കതൊരു ഊർജ്ജമായിരിക്കും. നമ്മൾ എന്തിനാരുടെയെങ്കിലും അഭിനന്ദനത്തിന് വെയിറ്റ് ചെയ്യണം? പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ശീലമാക്കാൻ അവർക്കും തോന്നും, അവരും അത് പാലിച്ചു തുടങ്ങും. ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന ഇത്രയും പേരും എന്തായാലും ഇന്നു മുതൽ ഇനി മുന്നോട്ട് ഇത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളിൽ നിന്ന് അത് കണ്ടു പഠിക്കുന്ന കുറെ ആൾക്കാർ നമുക്കും അങ്ങനെയാകാം എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും ഓർക്കുക, അഭിനന്ദിക്കുക. അഭിനന്ദനം എന്ന് പറയുന്ന പ്രവൃത്തി ഉള്ളിൽ നിന്ന് വന്ന് തന്നെ അഭിനന്ദിക്കുക. അത് നമ്മൾ തന്നെ അഭിനന്ദിക്കുക, നമ്മൾ കാണുന്ന മറ്റുള്ളവരുടെ നന്മകളെയും അഭിനന്ദിക്കുക. ഈ നമ്മളെ അഭിനന്ദിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നില്ല. കാരണം അത് ഒരു സ്വയം പുകഴ്ത്തലിന്റെ അവസ്ഥയിലേക്ക് മാറിപ്പോകും. അതിന്റെ ആവശ്യമില്ല. നമ്മളെ തന്നെ അഭിനന്ദിക്കാൻ മിണ്ടാതിരിക്കുക. നമ്മൾ അസുഖം അനുഭവിച്ചല്ലോ, കുറച്ചു നാൾ നമ്മൾ മറ്റുള്ളവർക്കേക്ക് കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് വന്ന് പറയാൻ തുടങ്ങും. നമുക്കും അത് കേൾക്കാൻ പറ്റും, അതൊരു സന്തോഷമാവും, അതൊരു പോസിറ്റീവ് ആവും. അങ്ങനെ അഭിനന്ദനത്തിലൂടെ ഓരോരുത്തരുടെയും ലൈഫിൽ പോസിറ്റിവിറ്റി നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അത് ഉള്ളിൽ നന്നായിട്ട് ബേസ് ആയി എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് പോകാം. അഭിമാനപൂരിതമാകണം അന്തരംഗം. ആണോ? എല്ലാരും അങ്ങനെ തന്നെയാണോ ഇരിക്കുന്നേ? തിരിച്ചു വന്നോ എല്ലാവരും? എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള, ഞാൻ മുമ്പേ ഈ ഗ്രൂപ്പിലുണ്ട്, പക്ഷേ പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂ കാരണം കുറേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ ദിവസവും ഞങ്ങൾക്ക് നമസ്കാരം ഞങ്ങൾ 4:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ 5:30 കറക്റ്റ് നമസ്കാരം തീർന്ന സമയമാണ്. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഞാൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് വളരെ നല്ല എനർജി, അതായത് നല്ല പിന്നെ കഥകളിലൂടെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. പല യോഗയിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്, എനിക്കൊരു മെൻ്റൽ പോസിറ്റീവ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത് കിട്ടണം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലായിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഓൺലൈനുള്ളത് കൊണ്ട് എനിക്ക് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ എനിക്ക് 3 മക്കളാണുള്ളത്. പിന്നെ മക്കളോടൊക്കെ ഞാൻ ഈ കഥകൾ പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥകൾ ഹസ്ബൻഡിനോട് മക്കളോടൊക്കെ ഞാൻ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇനി ട്രിവാൻഡ്രത്ത് നമുക്ക് ഒരിക്കലും പോകണം, അവരെ അന്വേഷിച്ച് അവർ സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലത് അപ്പം എന്തായാലും മാഡത്തിനെയും രണ്ടാളെയും കാണണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ദൈവം സാധിപ്പിക്കട്ടെ. ആ രീതിയിലോ 2 പേരും കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി അങ്ങനെ കൊടുക്കാന്നുള്ളത് ഏറ്റവും വലിയൊരു മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പറിച്ചൊക്കെ എണീറ്റിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ തരുന്നത് അല്ലേ. അതിന് ദൈവത്തിന്റെ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ്. എനിക്ക് നിർത്തല്ലേ അല്ലെങ്കിൽ ഇല്ലാതെ പറയാ എന്ന് ഓർത്തിട്ട് ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്യാറുണ്ട്. ഉണ്ടാവണേ എന്ന് വിചാരിക്കും, ലീവാവല്ലേ. അപ്പോൾ ഓക്കെ, ഇത്രയും സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു ഫാമിലി പോലെ എനിക്ക് മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഡോക്ടറായാലും ഡോക്ടറായാലും 2 പേരും ഒരു മാനസികമായിട്ട് എന്തൊരു അറ്റാച്ച്മെന്റ് ശരിക്കും ഉണ്ട്. വളരെ സന്തോഷം. നമ്മളിതൊരു ഫാമിലി തന്നെയാണ്. ആര്യസത്വ കുടുംബം എന്ന് പറഞ്ഞു തന്നെയാണ് സത്യം പറഞ്ഞ എല്ലാവരും എന്താണ് അഭിസംബോധന ചെയ്യുന്നത് പോലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഫാമിലി തന്നെയാണ്. നമ്മൾ ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ അതിലുള്ള ഓരോ വേഴ്സ് എന്ന് പറയാം, അതായത് ഓരോ ആയത്തും ശരിക്കും അതിന്റെ മീനിങ് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ദൈവം എല്ലാ മതത്തെയും പഠിപ്പിച്ചത് ഒന്ന് തന്നെയാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുക. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എപ്പോഴും പറയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് നമ്മളെ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ഓർമ്മിപ്പിക്കാറുണ്ട്. അത് തന്നെയാവണം. കാര്യം നമ്മൾ മാത്രം സന്തോഷമായിട്ടിരുന്നാൽ പോരാ, നമ്മളുടെ ചുറ്റിനുള്ള ഓരോരുത്തരും സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ശരിക്കും നമ്മളുടെയും സന്തോഷം അങ്ങേയറ്റം എന്താണ് നമ്മൾ കൃതാർത്ഥരാവുന്നത് അപ്പോഴാണ്. അങ്ങനെ തന്നെ എല്ലാവരും സന്തോഷരായിട്ട് ഇരിക്കണം. അപ്പോ അതെന്നും നമുക്ക് ഉരുവിടണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, അത് തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആര്യസന്ത കുടുംബത്തിലെ എല്ലാവർക്കും നന്മ കൊടുക്കുന്ന ഇത്
കേട്ടിരിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കുന്നതിനും പിന്നെ എന്റെ രാജസത്വ കുടുംബത്തിലെ മെയിൻ 3 പോയിന്റ്, അടുപ്പിന്റെ കല്ല് പോലുള്ള 3 പോയിന്റ്, എന്റെ മോളൂട്ടി, എന്റെ മോൻ, അതുപോലെ എന്റെ കൊച്ചുമോള്, ഇതിന് നമ്മൾക്കൊരു സൗകര്യം ഒരുക്കി തന്നതിന് വളരെ വളരെയധികം അഭിനന്ദനങ്ങളോടൊപ്പം നമ്മളുടെ കൃതജ്ഞത പറയുന്നു. പിന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു. ഡോക്ടർ കവിത വളരെ നന്നായിരുന്നു. താങ്ക് യു. ഞാൻ കവിതയുടെ ഒരാളാണ്. പണ്ട് മുതലേ തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും VJT ഹാളിൽ വരുമായിരുന്നു കവിയരങ്ങിനൊക്കെ. എന്റെ ഒരു പ്രിയ കവി മുരുകൻ കാട്ടാക്കടയാണ്, തിരുവനന്തപുരമാണ് ആള്. അപ്പൊ ഞാൻ യാത്ര പോകുമ്പോ ആളുടെ കവിതകളൊക്കെ എടുത്താ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിതകൾ. അത് നന്നായിരുന്നു ഡോക്ടർ പാടിയത്. ഇപ്പൊ എനിക്ക് ഏത് കവിത എഴുതിയത് ആരാന്നോ അതിന്റെ മറ്റു വരികളൊക്കെ തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. മോക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഈ ഒരു കവിത വെച്ച് തന്നെ നമുക്കൊരു ക്ലാസ് എടുക്കാനുള്ള സാധനമുണ്ട്. നല്ല രസമായിട്ട് പോകുന്നതാണ്. വളരെ നന്നായിരുന്നു. പിന്നെ നന്ദി പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്റെ ഒരു ഗുരു ഉണ്ട്, അപ്പൊ പുള്ളി പറയുമായിരുന്നു, ഇപ്പൊ ഹോട്ടലിൽ പോയാൽ ടിപ്പ് കൊടുക്കണം. പിന്നെ നമുക്ക് ആരൊക്കെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പൊ ഓഫീസിലാണെങ്കിലും ജോലി ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിന്റെ കൂടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അതും പറഞ്ഞു കൊടുക്കണം. പക്ഷെ മിസ്റ്റേക്ക് മാത്രം കാണരുത്, എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കമ്പനിയിൽ ഒരു 10-20 ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അവരോട് നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ ഒരു പ്രഷറും കൊടുക്കാതെ തന്നെ അവർ നന്നായിട്ട് ജോലി ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്ക് ആയാൽ അതും പറയും, പക്ഷെ അത്രയ്ക്കും ജോറായിട്ട് പറയില്ല. പിന്നെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ചൊരു ചില്ലറ പൈസ എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. ഞാൻ ഇന്നാള് കാർ സർവീസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ അവരിന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പണി കണ്ടപ്പോ ഞാൻ അവർക്കൊരു 200 കൊടുത്തു. തുടക്കുന്ന ആളുണ്ടായിരുന്നു, ആൾക്കൊരു 20 കൊടുത്തു. അപ്പൊ ആദ്യം ഞാൻ ചെയ്യില്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഒരു സേവിങ് ആണെന്ന്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് അവര് ആഗ്രഹിച്ചില്ല, അത് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. രാപ്പകലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അതൊരു സന്തോഷമാണ്. നല്ലൊരു വാക്ക് അല്ലെങ്കിൽ ചെറിയൊരു ടിപ്പ് അത് നമ്മൾ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് നമ്മൾ ഇങ്ങനത്തെ ചെറിയ മാറ്റങ്ങളൊക്കെ ലൈഫിൽ വരുത്തിയാല് പുറത്ത് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സന്തോഷം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന് ഈ ടോപ്പിക് ചൂസ് ചെയ്തതിന് ആദ്യം ഞാൻ രണ്ടുപേരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. കാരണം ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇന്ന് രാവിലെ ഉണർന്ന സമയത്തും ഞാൻ എന്താ കുട്ടികൾക്ക് വേണ്ടി എനിക്കിന്ന് എവിടെ പോകാൻ പറ്റും, ഞാനിന്ന് ആരെടുത്താ സംസാരിക്കാൻ പോകുന്നത്, എൻ്റെ തൊട്ട് മുമ്പിലത്തെ വീട്ടിലെ മക്കളോടാണോ അതോ എവിടെയെങ്കിലും ഞാൻ ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റുമോ, ഇതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പോയം അന്ന് ചൊല്ലിയിട്ട് ഇത്രയും കഴിഞ്ഞിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ്, രോമാഞ്ചത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിൻ്റെ ആ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ആണ് അതിനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ കൊച്ചുകുട്ടികൾ തുടങ്ങിയപ്പം അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച കഴുതയ്ക്കുണ്ടായത് ഇന്നും ആരും അനുഭവിക്കുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനും അനുമോദിക്കാനും ശ്രമിക്കണം എന്നുള്ളത് ഏറ്റവും നല്ല ദിവസമാണ് നിങ്ങൾ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. താങ്ക് യു മാം, താങ്ക് യു. നമുക്ക് എനിക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് 12ാമത്തെ ദിവസമാണെങ്കിലും നമ്മളിൽ പുതിയതായി പരിചയപ്പെടാത്തവർ ഇനിയും പരിചയപ്പെട്ടു എന്നുള്ളതാണ്. സീനത്ത് മാഡത്തിന് ഒരു പ്രത്യേക അഭിനന്ദനം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, ഈ അഭിനന്ദനം എന്ന് പറയുന്നത് ഒരു അംഗീകാരം, അതായത് അപ്രീസിയേഷൻ മാത്രമല്ല, ഒരു അക്നോളജ്മെന്റും കൂടെ അതിനോടുകൂടി ചേർക്കാവുന്നതാണ്. അപ്രീസിയേഷൻ മാത്രം അല്ല, എപ്പോഴും ചിലപ്പോൾ ചില സമയത്ത് അത് പറ്റില്ലായിരിക്കും, അഭിനന്ദിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഒന്ന് അക്നോളജ് ചെയ്യുക, ഓക്കെ നിങ്ങൾ ചെയ്തത് അതെനിക്ക് ഗുണപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ഉപയോഗപ്പെടുത്തി കേട്ടോ എന്ന് പറയുന്നത് പോലും ഒരു അംഗീകാരം, അല്ലെങ്കിൽ ആ ഒരു അക്നോളജ്മെന്റ് പോലും ഒരു അഭിനന്ദനത്തിന്റെ മീനിങ്ങിൽ ഗുണപ്പെടും. അതെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരു കാര്യം ഒരാൾ എപ്പോഴെങ്കിലും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ ആ ഒരു ഓർമ്മയോടുകൂടി അതൊന്ന് മെൻഷൻ ചെയ്യുന്നത് പോലും അയാളിൽ ഒരു പോസിറ്റിവിറ്റി ഷെയർ ചെയ്യും. അത്തരം ചെറിയ ചെറിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകുമ്പോൾ നമുക്കും പോസിറ്റിവിറ്റി ഉണ്ടാവും, നമുക്ക് ചുറ്റുമുള്ളവർക്കും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ചുറ്റും ആ സന്തോഷം എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളിലൂടെ പറ്റും. അതെല്ലാവരും ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് തിരിച്ചറിയുന്നത്. വളരെ സന്തോഷം. ഇന്ന് വളരെ ആക്റ്റീവായി, എല്ലാ അംഗങ്ങളും വളരെ ആക്റ്റീവായി. സമയമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് പോവാത്തത്. വളരെ സന്തോഷം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം.